2025 മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീകളും സ്ത്രീപക്ഷ നിലപാടുകളുമായിരുന്നു. യാദൃശ്ചികമാകാം, ഈ കാലത്ത് മലയാളത്തിലെ ഹിറ്റുകളിൽ പലതിലും കേന്ദ്ര കഥാപാത്രമായി വന്നതും സ്ത്രീകൾ തന്നെ. നായക കേന്ദ്രീകൃതമായ സിനിമകൾ മാത്രമേ ബോക്സ് ഓഫീസ് പിടിച്ചടക്കുമെന്ന സങ്കല്പം മാറ്റിമറിച്ച് സ്ത്രീപക്ഷ സിനിമകളും മലയാളത്തിൽ ഇടം പിടിക്കുകയാണ്. അടുത്ത കാലത്തിറങ്ങിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാള സിനിമാ ചരിത്രത്തിലെ നവ്യാനുഭവമായി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായി ലോകമാറിയപ്പോൾ കല്യാണി പ്രിയദർശൻ എന്ന താരം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് നടന്നു കയറുന്നതിന് ഈ വർഷം സാക്ഷിയായി. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 22 നായികമാർ പ്രത്യക്ഷപ്പെട്ട മമ്മൂട്ടി ചിത്രം കളങ്കാവൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നതും നമ്മൾ കണ്ടു. ഇതിലൊന്നും തീരുന്നതല്ല മലയാളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും സിനിമാ വിശേഷങ്ങൾ. ജനയുഗം ഓൺലൈൻ ആക്ഷനും കട്ടും. 2025 ചലച്ചിത്ര ചരിത്രത്തിലേക്ക് സ്വാഗതം. സാങ്കേതിക വിദ്യയുടെയും കഥാസന്ദർഭങ്ങളുടെയും അതിരുകൾ മായ്ച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് അമ്പരപ്പിക്കുന്ന സിനിമാ കാഴ്ചകളുടെ ഒരു ഉത്സവം തന്നെ സമ്മാനിച്ച വർഷമാണ് 2025. മലയാള സിനിമയിൽ കളക്ഷൻ റെക്കോർഡുകൾ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു കുതിച്ചു ചാട്ടമാണ് ഈ വർഷം നമ്മൾ കണ്ടത്. 2025 മലയാളത്തിലെ സൂപ്പർ താരം മോഹൻലാലിന്റെ ഭാഗ്യവർഷം എന്ന് വിളിക്കാം. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാള മണ്ണിലേക്ക് വീണ്ടും എത്തിക്കുവാൻ മോഹൻലാലിന് കഴിഞ്ഞു. ഇതേ വർഷം തന്നെ ഒട്ടേറെ ഹിറ്റുകളും അദ്ദേഹം വാരിക്കൂട്ടി. എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം തുടങ്ങിയ ചിത്രങ്ങൾ മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലുകളായി മാറി. ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനായി 237 കോടിയിലധികം നേടിയ തുടരും ഇത്തവണത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലും പ്രദർശിപ്പിച്ചിരുന്നു. എമ്പുരാന് തൊട്ടു പിന്നാലെ 200 കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രമായി മാറാനും തുടരുമെന്ന ചിത്രത്തിനായിരുന്നു. ഒരു മലയാള സിനിമയ്ക്കും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഉയരങ്ങളിലേക്ക് കുതിച്ച ചിത്രമായിരുന്നു മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പിറന്ന എമ്പുരാൻ. 2025 ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനാണ് എമ്പുരാൻ നേടിയിരിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ വിവാദങ്ങൾ ചിത്രത്തിന് തിരിച്ചടിയായി. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് ചിത്രത്തെ വിവാദക്കുഴിയിൽ ചാടിച്ചത്. സിനിമ പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ഉള്ളടക്കത്തിനെതിരെ സംഘപരിവാർ അനുകൂല സൈബർ സംഘങ്ങൾ വിമർശനവുമായി രംഗത്തെത്തി. രാഷ്ട്രീയ നേതൃത്വവും ഇടപെട്ടതോടെ വിഷയം വിവാദത്തിലേക്ക് നീങ്ങുകയായിരുന്നു. RSSും മറ്റ് സംഘപരിവാർ സംഘടനകളും ചിത്രത്തെ ശക്തമായി എതിർത്തു. ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജിന് IS ബന്ധമുണ്ടെന്ന ആരോപണം വരെ ഇവർ ഉയർത്തി. ഒടുവിൽ RSS നിർദ്ദേശിച്ച വിവാദ രംഗങ്ങൾ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു. പ്രവീൺ നാരായൺ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രം ജാനകി വാസസ് സ്റ്റേറ്റ് ഓഫ് കേരളയും സംഘപരിവാർ അജണ്ടയിൽ വിവാദത്തിൽപ്പെട്ടു. ഹൈന്ദവ ദൈവത്തിന്റെ പേരാണ് ജാനകി എന്നും അതിനാൽ സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത്. പേരിനെ ചൊല്ലി വിവാദമായ JSK സിനിമയുടെ ടൈറ്റിലിൽ ജാനകി എന്ന പേരിനൊപ്പം V എന്നുകൂടി ചേർത്താൽ പ്രദർശനാനുമതി നൽകാമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. ഇത് നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ സമ്മതിക്കുകയായിരുന്നു. തിരുവനന്തപുരം സെൻസർ ബോർഡ് ഓഫീസിൽ എഡിറ്റ് ചെയ്ത പതിപ്പ് സമർപ്പിച്ച ശേഷമാണ് പ്രദർശനാനുമതി ലഭിച്ചത്. വലിയ പ്രീ റിലീസ് ഹൈപ്പുകളില്ലാതെ വന്ന് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രമാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ചിത്രം മലയാളത്തിലെ ആദ്യ ലേഡി സൂപ്പർ ഹീറോ ചിത്രം എന്ന ഖ്യാതിയോടെയാണ് തിയേറ്ററുകളിലെത്തിയത്. 30 കോടി മുതൽ മുടക്കിലെത്തിയ ലോക ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനായി 300 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത്. മലയാളത്തിലെ ആദ്യ 300 കോടി ചിത്രം കൂടിയാണ് ലോക എന്നതും ഈ വർഷത്തെ വലിയ നേട്ടമാണ്. 8 മാസത്തിന് ശേഷം എത്തുന്ന മമ്മൂട്ടി ചിത്രം എന്ന നിലയിൽ വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ഒന്നടങ്കം കളങ്കാവൽ എന്ന ചിത്രത്തെ നോക്കിക്കണ്ടത്.
മമ്മൂട്ടി വിനായകൻ കോംബോ ഒന്നിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻ കെ ജോസ് ആണ്. സൂക്ഷ്മമായ ഭാവപ്രകടനങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ അമ്പരിപ്പിച്ച ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയ ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 15.7 കോടി രൂപയാണ് നേടിയത്. കിഷ്കിന്ധാകാന്ഡം എന്ന ഒരൊറ്റ ചിത്രത്തിലൂടെ മലയാളത്തിൽ തങ്ങളുടേതായ സ്ഥാനം സൃഷ്ടിച്ചെടുത്ത കൂട്ടുകെട്ടാണ് ദിൻജിത്ത് അയ്യത്താൻ, ബാഹുൽ രമേശ് എന്നീ പേരുകൾ. അതുകൊണ്ട് തന്നെ ഫ്രം ദി മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ധാകാന്ഡം എന്ന ടാഗ്ലൈനോടെ അവരുടെ അടുത്ത ചിത്രമായ എക്കോ വലിയ വിജയമാണ് നേടിയത്. നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്ന എക്കോ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് 32 കോടിയോളം കളക്ഷൻ നേടി. ഭ്രമയുഗം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ DS ഇറയെയും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരുന്നു. വലിയ പ്രീ റിലീസ് ഹൈപ്പുകളില്ലാതെ വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ നേട്ടമാണ് കൊയ്തത്. തുടർച്ചയായി 3 സിനിമകൾ 50 കോടി ക്ലബിലെത്തിയെന്ന അപൂർവ നേട്ടം മലയാളത്തിൽ നിന്നും സ്വന്തമാക്കാൻ പ്രണവിന് ഈ ചിത്രത്തിലൂടെ സാധിച്ചിരുന്നു. ഇന്ത്യൻ സിനിമാ വ്യവസായം വളർച്ചയുടെ പാതയിലാണ്. ബജറ്റിൽ മാത്രമല്ല, കഥ പറച്ചിലിന്റെ രീതിയിലും സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലും അതുവഴി ആഗോള സ്വീകരണത്തിലും നമ്മുടെ സിനിമകൾ മുന്നേറുകയാണ്. രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള സിനിമകളും ഇന്ന് ഇന്ത്യൻ പ്രേക്ഷകർ ആസ്വദിക്കുന്നുണ്ട്. ബാഹുബലിക്ക് മുൻപ് വ്യവസായം എന്ന നിലയിൽ ഇന്ത്യൻ സിനിമയിൽ ബോളിവുഡോളം മറ്റൊരു ഭാഷാ ചലച്ചിത്ര വ്യവസായവും എണ്ണപ്പെട്ടിരുന്നില്ലെങ്കിൽ ഇന്ന് അതല്ല കഥ. ഈ വർഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു കാന്താര ചാപ്റ്റർ 1 എ ലെജൻഡ്. ഋഷഭ് ഷെട്ടി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് നായകനായി എത്തിയ ഈ ചിത്രം ഹൈപ്പിനൊത്ത് എന്നല്ല, ഹൈപ്പിനും അപ്പുറമുള്ള വിസ്മയ കാഴ്ചയാണ് നൽകിയത്. നവാഗതനായ അഹാൻ പാണ്ഡെ, അനീത് പഡ്ഡ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മോഹിത് സൂരി സംവിധാനം ചെയ്ത സയ്യാരയും കളക്ഷനിൽ ചരിത്രം രചിച്ചു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു പ്രണയ ചിത്രം നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണ് സയ്യാര നേടിയിരിക്കുന്നത്. പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സാഗ്നിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം 569.75 കോടിയാണ് ചിത്രത്തിന്റെ ആഗോള ഗ്രോസ്. ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ സംവിധാനം ചെയ്ത ദി ബാഡ്സ് ഓഫ് ബോളിവുഡും മികച്ച പ്രതികരണം നേടി. കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലിയും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്തു. ഒരു വലിയ ജനക്കൂട്ടത്തെ മുഴുവൻ തിയേറ്ററുകളിൽ എത്തിക്കാൻ കഴിവുള്ള തെന്നിന്ത്യയിൽ സൂപ്പർ സ്റ്റാറിനെ പോലെ ഫാൻ ബേസ് ഉള്ള ഒരേ ഒരു സംവിധായകൻ ഇന്ന് ലോകേഷ് കനകരാജ് ആയിരിക്കും. അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത അനിമേറ്റഡ് പുരാണ ഇതിഹാസ ചിത്രം മഹാവതാർ നരസിംഹയും ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു. പ്രതീക്ഷകൾക്കപ്പുറം ഇന്ത്യൻ ആനിമേഷൻ രംഗത്ത് പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ചിത്രത്തിനായി. ആഗോള ബോക്സ് ഓഫീസിൽ 300 കോടിയിലേറെ രൂപയാണ് മഹാവതാർ നരസിംഹ നേടിയത്. പ്രഹ്ലാദന്റെ കഥയും നരസിംഹാവതാരത്തിന്റെ ഉദയവുമാണ് ചിത്രം പറയുന്നത്. ലോക സിനിമയും ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമായ വർഷമായിരുന്നു 2025. വിഖ്യാത അമേരിക്കൻ ഫിലിം മേക്കർ പോൾ തോമസ് ആൻഡേഴ്സൺ ലിയനാർഡോ ഡിക്കാപ്രിയോയെ നായകനാക്കി ഒരുക്കിയ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത്. ഈ വർഷത്തെ മികച്ച സിനിമകളിലൊന്നാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നായിരുന്നു പ്രേക്ഷക നിരൂപക പ്രതികരണങ്ങൾ. പ്രേക്ഷകരേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ജെയിംസ് കാമറൂണിന്റെ എപ്പിക് സയൻസ് ഫിക്ഷൻ ചിത്രം അവതാറിന്റെ 3ാം ഭാഗം അവതാർ ഫയർ ആൻഡ് ആഷ്. ഈ വർഷം റിലീസ് ചെയ്യുന്ന ചിത്രം മറ്റൊരു ദൃശ്യ വിസ്മയമാകുമെന്ന ഉറപ്പ് ട്രെയിലർ നൽകുന്നു. ഈ വർഷം തുടങ്ങിയത് തന്നെ റെക്കോർഡുകളോടെയാണ്. ചൈനീസ് ആനിമേഷൻ ചിത്രമായ നെസ 2 ആഗോളതലത്തിൽ $2 ബില്യൺ, ഏകദേശം 660 കോടി ഇന്ത്യൻ രൂപ കളക്ഷൻ മറികടന്ന് ലോകത്തിലെ എക്കാലത്തെയും വലിയ ആനിമേഷൻ ചിത്രമായി മാറി. ചൈനീസ് പുതുവത്സരത്തോടനുബന്ധിച്ച് 2025 ജനുവരി 29 റിലീസ് ചെയ്ത ഈ ചിത്രം ചൈനീസ് സിനിമാ ചരിത്രത്തിൽ ഒരു സിംഗിൾ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറുകയും ചെയ്തു. സാങ്കേതികതയിൽ അധിഷ്ഠിതമായ ഒരു കലാരൂപമാണ് സിനിമ. അതിനാൽ തന്നെ സിനിമയുടെ ചരിത്രം മാധ്യമ സാങ്കേതികതയുടേത് കൂടിയാണ്. കൂടാതെ നിലവിലുള്ള ദൃശ്യകലകളിൽ നിന്നും സിനിമ വ്യത്യസ്തമായതിനൊരു പ്രധാന കാരണം സാങ്കേതിക വിദ്യയായിരുന്നു. സിനിമ സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നമാണെങ്കിലും അതിലെ സാമഗ്രിയെ ഉപയോഗിക്കുന്നവരുടെ കാഴ്ചപ്പാട് പ്രധാനമാണ്. സാങ്കേതിക വിദ്യയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ലോകമെമ്പാടും സിനിമ മുന്നേറുമ്പോൾ നാളെ അതിൻ്റെ ഭാവി എന്തെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ജനേകം ഓൺലൈൻ ആക്ഷനും കട്ടും 2025 ചലച്ചിത്ര ചരിത്രത്തിനും വേണ്ടി സമയം നീക്കിവെച്ച എല്ലാവർക്കും നന്ദി.